What is data and data collection? A collection of facts from which conclusions may be drawn may be called data. അനുമാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു കൂട്ടം വസ്തുതകളെ നമുക്ക് ഡാറ്റ എന്ന് വിളിക്കാവുന്നതാണ്. ഡാറ്റ ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് സബ്ജക്ട്സ് വിത്ത് റെസ്പെക്ട് ടു ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്. ഈ രണ്ട് വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള പദം അളക്കാൻ കഴിയുന്നത് എന്ന അർത്ഥത്തിലാണ്. 100 ആളുകളിൽ 90 പേർക്ക് വിദ്യാഭ്യാസമുണ്ട്. അപ്പം 100ൽ 90 പേരെ നമുക്ക് അളക്കാൻ കഴിയും. അപ്പം അളക്കാൻ കഴിയുന്നത് എന്നാണ്. ഇനി ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഗുണപരമായത് എന്നാണ്. എഴുത്തും വായനയും അറിയാവുന്ന ആളുകളിൽ 100 പേരെ എടുത്താൽ 10 പേർക്ക് നന്നായി ഒരു ആർട്ടിക്കിൾ എഴുതാൻ കഴിയുമെങ്കിൽ അത് ഗുണപരമായ ഒരു മാറ്റമാണ്. അദ്ദേഹത്തിന് നന്നായി എഴുതാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സ്വഭാവം നല്ല സ്റ്റെബിലിറ്റി ഉള്ളതാണ് എന്നെല്ലാം പറയുന്നത് ഗുണപരമായ കാര്യമാണ്. അപ്പോൾ ഡാറ്റ ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് സബ്ജക്ട്സ് വിത്ത് റെസ്പെക്ട് ടു ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്. ഇപ്പോൾ ഒരു ഘടകത്തിൻ്റെ അളക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഗുണപരമായതോ ആയ മൂല്യം ചാർത്തിക്കൊടുക്കാൻ കഴിയുന്ന വിശകലനത്തിനു വിധേയമാക്കപ്പെടേണ്ട വിവരങ്ങളെ ഡാറ്റ എന്ന് പറയാവുന്നതാണ്. വളരെ സിമ്പിളാണ്, പറയുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയി തോന്നുന്നു എന്നേ ഉള്ളൂ. ഡാറ്റ ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് സബ്ജക്ട്സ് വിത്ത് റെസ്പെക്ട് ടു ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്. അപ്പോൾ പഠിക്കേണ്ട ഒരു ഘടകത്തിൻ്റെ അളക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഗുണപരമായതോ ആയ മൂല്യങ്ങൾ ചാർത്തിക്കൊടുക്കാൻ കഴിയുന്ന വിശകലനത്തിന് വിധേയമാക്കേണ്ട വിവരങ്ങളെ ഡാറ്റ എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഡാറ്റയുടെ ഒരു പ്രത്യേകത നമുക്കിവിടെ മനസ്സിലായി. വിശകലനത്തിന് വിധേയമാക്കേണ്ട വിവരങ്ങളെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റ ഈസ് റോ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ഫാക്ട്സ് ദാറ്റ് നീഡ്സ് ടു ബി പ്രോസസ്ഡ്. ഇപ്പൊ സംസ്കരിക്കപ്പെടാത്ത ചിതറിക്കിടക്കുന്ന വിശകലനത്തിന് വിധേയമാക്കേണ്ട വിവരങ്ങളെയാണ് ഡാറ്റ എന്ന് പറയേണ്ടത്. വെൻ ഡാറ്റ ഈസ് പ്രോസസ്ഡ്, organized, structured or presented in a given context so as to make it useful, it called information. ഇപ്പം ഡാറ്റയെ വിശകലനത്തിന് വിധേയമാക്കി അടുക്കും ചിട്ടയും ഉള്ളതാക്കി അവതരിപ്പിക്കാൻ കഴിയുന്ന, സാഹചര്യങ്ങൾക്കനുസരിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയാൽ ആ വിവരങ്ങളെ നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിവ് എന്ന് വിളിക്കാവുന്നതാണ്. അപ്പം അസംസ്കൃത വിവരങ്ങളെ ചിട്ടപ്പെടുത്തി വിശകലനം ചെയ്ത് പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയാൽ അതിന് നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡാറ്റ എന്നാൽ എന്തെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് എനി ഇൻഫർമേഷൻ ഓർ ഫാക്ട്സ്. ഇപ്പം ചിട്ടപ്പെടുത്തേണ്ട വസ്തുതകളെയോ വിവരങ്ങളെയോ, വിശകലനം ചെയ്ത് ചിട്ടപ്പെടുത്തേണ്ട വസ്തുതകളെയോ വിവരങ്ങളെയോ ഡാറ്റ എന്ന് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ ആർ ഫാക്ട്സ് ആൻഡ് അതർ റെലവൻറ്റ് മെറ്റീരിയൽസ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് സെർവിങ് ആസ് ബേസസ് ഫോർ സ്റ്റഡി ആൻഡ് അനാലിസിസ്. പഠനത്തിനും വിശകലനത്തിനും വിധേയമാകേണ്ട പഴയതോ ഇപ്പോഴുള്ളതോ അല്ലെങ്കിൽ പഴയതോ പുതിയതോ ആയ വസ്തുതകളെയും അനുബന്ധ വിവരങ്ങളെയും നമുക്ക് ഡാറ്റ എന്ന് വിളിക്കാവുന്നതാണ്. ഇപ്പൊ ഡാറ്റ എന്നാൽ എന്തെന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു ധാരണ കിട്ടിക്കാണും. ഇനി എന്താണ് ഡാറ്റ കളക്ഷൻ എന്നുള്ളതാണ്. ദ സെർച്ച് ഫോർ ആൻസർ ടു റിസർച്ച് ക്വസ്റ്റ്യൻ ഈസ് കാൾഡ് കളക്ഷൻ ഓഫ് ഡാറ്റ.
ഗവേഷണത്തിന് വിധേയമാക്കേണ്ട, അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട വിവരങ്ങൾക്ക്, പഠനത്തിന് വിധേയമാക്കേണ്ട വിവരങ്ങളെ നമുക്ക് അതിന് അന്വേഷിച്ച് നടക്കുന്നതിനെ, അപ്പോൾ പഠനത്തിന് വിധേയമാക്കേണ്ട വിവരങ്ങളെ അന്വേഷിക്കുന്നതിനെ ഡാറ്റ കളക്ഷൻ എന്ന് വിളിക്കാവുന്നതാണ്. ദ സെർച്ച് ഫോർ ആൻസേഴ്സ് ടു റിസർച്ച് ക്വസ്റ്റ്യൻസ് ഈസ് കാൾഡ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഡാറ്റ കളക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് gathering and measuring information in an established systematic fashion that enables one to answer stated research questions, test hypotheses and evaluate outcomes. ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടുക്കും ചിട്ടയോടും കൂടിയ രീതിയിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഗവേഷണ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാനും മുൻധാരണകളെ അല്ലെങ്കിൽ ഹൈപ്പോത്തീസിസിനെ ടെസ്റ്റ് ചെയ്യുവാനും അല്ലെങ്കിൽ വിശകലനത്തിന് വിധേയമാക്കുവാനും കിട്ടുന്ന വിവരങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനും വിവരങ്ങളെ ശേഖരിക്കുന്നതിനെയോ വിവരങ്ങളെ അടുക്കും ചിട്ടയോടും കൂടി ശേഖരിച്ച് വയ്ക്കുന്നതിനെയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രക്രിയകളെയോ ഡാറ്റ കളക്ഷൻ എന്ന് വിളിക്കാവുന്നതാണ്. അപ്പോൾ ദി സെർച്ച് ഫോർ ആൻസർ ടു റിസർച്ച് ക്വസ്റ്റ്യൻ ഈസ് കാൾഡ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് ഡാറ്റ എന്ന് പറയുന്നത്, ടൈപ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്? The data needed for a social science research may be broadly classified into data pertaining to human beings, data relating to organization, and data pertaining to territorial areas. ഇപ്പോൾ സോഷ്യൽ സയൻസ് റിസർച്ചിലെ ഡാറ്റയെ നമുക്ക് പൊതുവിൽ നമ്മളെല്ലാവരും പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അത് അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. ഡാറ്റ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പ്രൈമറി ഡാറ്റ, സോഴ്സസ് ഓഫ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പ്രൈമറി ഡാറ്റ എന്നും സെക്കൻഡറി ഡാറ്റ എന്നും പറയുന്നത്. പൊതുവിൽ സോഷ്യൽ സയൻസിലെ ഡാറ്റയെ നമുക്ക് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിവരങ്ങളെന്നും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെന്നും മൂന്നായി തരംതിരിക്കാവുന്നതാണ്. ഡാറ്റ പെർട്ടൈനിങ് ടു ഹ്യൂമൻ ബീയിങ്സ്, ഡാറ്റ റിലേറ്റിംഗ് ടു ഓർഗനൈസേഷൻസ്, ഡാറ്റ പെർട്ടൈനിങ് ടു ടെറിട്ടോറിയൽ ഏരിയാസ്. ഈ പേഴ്സണൽ ഡാറ്റയിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സുമായി ബന്ധപ്പെട്ട ഡാറ്റയിൽ ഡെമോഗ്രാഫിക് ആൻഡ് സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ ഉൾപ്പെടാം. അതായത് ജനസംഖ്യാപരമായ, സാമൂഹികവും സാമ്പത്തികവുമായ വ്യക്തികളുടെ, ജനസംഖ്യാപരമായ വിവരങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായ വ്യക്തികളുടെ വിവരങ്ങളും ഹ്യൂമൻ ബീയിങ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടാം, ഹ്യൂമൻ ബീയിങ്സ് ഡാറ്റയിൽ പെടാം. അതുപോലെ അവരുടെ സ്വഭാവപരമായ വിവരങ്ങളും ഉൾക്കൊള്ളാം. ഇപ്പം ജനസംഖ്യാപരമായ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രായം, ലിംഗം, വംശം, പണക്കാരനാണോ അല്ലെങ്കിൽ ഇത്ര വരുമാനത്തിൽ കൂടിയ ആളാണോ ഇത്ര വരുമാനത്തിൽ കുറഞ്ഞ ആളാണോ, മതം, കല്യാണം കഴിച്ച ആളാണോ, വിദ്യാഭ്യാസമുള്ള ആളാണോ, തൊഴിലുള്ള ആളാണോ, ഇത്ര വരുമാനമുള്ള ആളാണോ, ഫാമിലിയിലെ അംഗങ്ങളുടെ സൈസിനനുസരിച്ചാണോ, ഇതെല്ലാം നമുക്ക് ഡെമോഗ്രാഫിക് ആൻഡ് സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഏജ്, സെക്സ്, റേസ്, സോഷ്യൽ ക്ലാസ്, റിലിജ്യൻ, മാരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, ഇൻകം തുടങ്ങിയവയെല്ലാം ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. ബിഹേവിയറൽ വേരിയബിൾസും ഡാറ്റ പെർട്ടൈനിങ് ടു ഹ്യൂമൻ ബീയിങ്സിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ബിഹേവിയറൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ സ്വഭാവവുമായി ബന്ധപ്പെട്ട സംഗതികൾ, ആറ്റിറ്റ്യൂഡ്സ്, അഭിപ്രായം, ഒപ്പീനിയൻ, അവയർനെസ്, എത്രത്തോളം ബോധമുണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച്, നോളജ്, പ്രാക്ടീസ്, ഇന്റൻഷൻസ്, എക്സെട്ര. ഇതെല്ലാം ബിഹേവിയറൽ വേരിയബിൾസിന്റെ കൂട്ടത്തിൽ പെടാം. ഓർഗനൈസേഷണൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വിഭാഗം ഇതാണ്, ഡാറ്റ റിലേറ്റിംഗ് ടു ഓർഗനൈസേഷൻ. ഓർഗനൈസേഷണൽ ഡാറ്റ കൺസിസ്റ്റ് ഓഫ് ഡാറ്റ റിലേറ്റിംഗ് ടു ആൻ ഓർഗനൈസേഷൻസ് ഒറിജിൻ, ഓണർഷിപ്പ്, ഒബ്ജക്റ്റീവ്സ്, റിസോഴ്സസ്, ഫങ്ഷൻ, പെർഫോമൻസ് ആൻഡ് ഗ്രോത്ത്.
ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉത്ഭവം, ഉടമസ്ഥത, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ വിഭവങ്ങൾ, അതിൻ്റെ ചുമതലകൾ, അതിൻ്റെ വളർച്ച, ഇവയെല്ലാം ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഓർഗനൈസേഷണൽ ഡാറ്റ എന്ന് പറയാം. അത് സ്ഥാപനവുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. ടെറിട്ടോറിയൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉൾക്കൊള്ളുന്ന ജിയോ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, റിസോഴ്സ്. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെ റിസോഴ്സസ് ആണ് കൂടുതലുള്ളത്, മണലാണോ മണ്ണാണോ അതോ തോറിയമാണോ എന്നൊക്കെയുള്ള തരത്തിൽ. റിസോഴ്സ് എൻഡോവ്മെൻറ്റ്, വെള്ളമുള്ള സ്ഥലമാണോ വെള്ളം കുറഞ്ഞ സ്ഥലമാണോ, അവിടുത്തെ പോപ്പുലേഷൻ എങ്ങനെയാണ്, അവിടുത്തെ ആളുകളുടെ പൊതുരീതി, തൊഴിൽ പാറ്റേൺ എങ്ങനെയാണ്. ഓരോ ഭൂപ്രദേശത്തിനനുസരിച്ച് ചില രീതികൾ, ചില തൊഴിൽ പാറ്റേണുകൾ ഉൾപ്പെടാറുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, സ്ട്രക്ചർ, ഇനി അവിടുത്തെ വികസനം എങ്ങനെയാണ്, ഡിഗ്രി ഓഫ് ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം തന്നെ ടെറിട്ടോറിയൽ ഡാറ്റയുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. ഇപ്പോൾ ഡാറ്റ ഇങ്ങനെയാണ്. ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. എന്താണ് ഡാറ്റ എന്ന് നമുക്കറിയാം. എ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ഫ്രം വിച്ച് കൺക്ലൂഷൻസ് മേ ബി ഡ്രോൺ എന്നുള്ളതാണ്. ഇപ്പോൾ ഡാറ്റയെ നമുക്ക് പൊതുവിൽ മൂന്നായിട്ടാണ് തരംതിരിക്കാൻ പറ്റുന്നത്. വ്യക്തികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ടെറിട്ടറിയും ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇനി ഈ ഡാറ്റയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ റിസർച്ചുമായി ബന്ധപ്പെട്ട്? ഉണ്ട്. എന്താണ് പ്രാധാന്യം? ദ ഡാറ്റ സെർവ് ആസ് ദ ബേസസ് ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ അനാലിസിസ്. അപ്പോൾ ഗവേഷണവുമായി ബന്ധപ്പെട്ട വിശകലനത്തിന് സഹായിക്കുന്ന അസംസ്കൃത വസ്തുവാണ് സംസ്കരിക്കപ്പെടാത്ത ഡാറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിവരങ്ങൾ എന്ന് പറയുന്നത്. വിത്തൗട്ട് ആൻ അനാലിസിസ് ഓഫ് ആക്ച്വൽ ഡാറ്റ, നോ സ്പെസിഫിക് ഇൻഫറൻസസ് ക്യാൻ ബി ഡ്രോൺ ഓൺ ദ ക്വസ്റ്റ്യൻസ് അണ്ടർ സ്റ്റഡി. അപ്പോൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെങ്കിൽ ഫാക്ച്വൽ ഡാറ്റയെ അനാലിസിസ് ചെയ്യാതെ ഒരു അനുമാനത്തിലും നമുക്കെത്താൻ കഴിയില്ല. അപ്പോൾ വസ്തുതകളെ അനലൈസ് ചെയ്ത് അനുമാനത്തിലെത്താതെ ഗവേഷണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇമാജിനേഷന്റെ അടിസ്ഥാനത്തിലോ ഗസ് വർക്കിന്റെ അടിസ്ഥാനത്തിലോ രൂപപ്പെടുന്നതിനെല്ലാം നോളജ് എന്ന് നമുക്ക് പറയാറില്ല. അതുകൊണ്ട് തന്നെ ഡാറ്റ എന്ന് പറയുന്നത്, ഡാറ്റ വിശകലനം, അനാലിസിസ് എന്ന് പറയുന്നത് റിസർച്ചുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇനി സോഴ്സസ് ഓഫ് ഡാറ്റ. അപ്പോൾ ദി സോഴ്സസ് ഓഫ് ഡാറ്റ മേ ബി ക്ലാസിഫൈഡ് ഇൻ പ്രൈമറി സോഴ്സസ് ആൻഡ് സെക്കൻഡറി സോഴ്സസ്. എന്താണ് പ്രൈമറി സോഴ്സസ്? പ്രൈമറി സോഴ്സസ് ആർ ഒറിജിനൽ സോഴ്സസ് from which the researcher directly collects data that have not been previously collected. ശരിയായ ഉറവിടത്തിൽ നിന്ന് റിസർച്ചർ നേരിട്ട് ശേഖരിക്കുന്ന, അല്ലെങ്കിൽ മുമ്പ് ആരും ശേഖരിച്ച് കളക്ട് ചെയ്ത് വെക്കാത്ത വിവരങ്ങളെ നമുക്ക് പ്രാഥമിക വിവരങ്ങളെന്ന് പറയാം. ഇപ്പോൾ റിസർച്ചർ നേരിട്ട് ഉറവിടത്തിൽ നിന്ന് ശേഖരിക്കുന്ന, വിവരങ്ങളുടെ യഥാർത്ഥ ഉറവിടത്തിൽ നിന്ന് ശേഖരിക്കുന്ന, ഇതിനു മുമ്പ് ആരും ശേഖരിച്ച് അടുക്കി സൂക്ഷിച്ചു വെക്കാത്ത വിവരങ്ങളെ നമുക്ക് പ്രാഥമിക ഉറവിടത്തിൽ നിന്നുള്ള വിവരങ്ങളെന്ന് പറയാവുന്നതാണ്. കളക്ഷൻ ഓഫ് ഡാറ്റ ഡയറക്ട്ലി ബൈ ദ റിസർച്ചർ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി. നേരിട്ട് ഗവേഷകൻ ശേഖരിക്കുന്ന വിവരങ്ങളാണ്. അതിന് ചിലപ്പോൾ അദ്ദേഹം ആളുകളെല്ലാം എംപ്ലോയ് ചെയ്യാറുണ്ട്, അത് വേറെ കാര്യം. പ്രൈമറി ഡാറ്റ ആർ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കളക്റ്റഡ് ത്രൂ വേരിയസ് മെത്തേഡ്സ് സച്ച് ആസ് ഒബ്സർവേഷൻ, ഇന്റർവ്യൂയിങ്, മെയിലിംഗ് എക്സെട്ര. അപ്പോൾ പ്രാഥമിക ഡാറ്റ എന്ന് പറയുന്നത് നിരീക്ഷണങ്ങളിലൂടെയോ അഭിമുഖ സംഭാഷണങ്ങളിലൂടെയോ ചോദ്യാവലിയിലൂടെയോ അല്ലെങ്കിൽ സിമുലേഷൻ പ്രക്രിയ വഴിയോ എക്സ്പെരിമെന്റേഷൻ പ്രക്രിയ വഴിയോ റിസർച്ചർ നേരിട്ട് ശേഖരിക്കുന്ന ആദ്യ പടി വിവരങ്ങളെയാണ്
പ്രാഥമിക വിവരങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി എന്താണ് സെക്കൻഡറി സോഴ്സസ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ദീസ് ആർ സോഴ്സസ് containing data which have been collected and compiled for another purpose. മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി ശേഖരിച്ച് അടുക്കി വച്ചിരിക്കുന്ന, കളക്റ്റഡ് ആൻഡ് കമ്പൈൽഡ്, അടുക്കി വച്ചിരിക്കുന്ന റെഡിലി അവൈലബിൾ ആയ വിവരങ്ങളെയാണ് ദ്വിതീയ വിവരങ്ങളെന്നോ ദ്വിതീയ വിവര സ്രോതസ്സുകളെന്നോ നമുക്ക് പറയാൻ കഴിയും. The secondary source consists of readily available compendia and already compiled statistical statements and reports whose data may be used by researchers for their studies. സംക്ഷിപ്ത രൂപത്തിൽ ലഭ്യമായ, നേരത്തെ തന്നെ അടുക്കി സ്ഥിതിവിവരക്കണക്കുകളായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന, മറ്റേതെങ്കിലും റിസർച്ചർ അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടി തയ്യാറാക്കിയ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ വിവരങ്ങളുടെ സ്രോതസ്സിനെ സെക്കൻഡറി സോഴ്സസ് എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. സെക്കൻഡറി സോഴ്സസ് കൺസിസ്റ്റ് ഓഫ് നോട്ട് ഓൺലി പബ്ലിഷ്ഡ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ബട്ട് ആൾസോ അൺപബ്ലിഷ്ഡ് റെക്കോർഡ്സ്. അപ്പോൾ പബ്ലിഷ് ചെയ്ത വിവരങ്ങൾ മാത്രമല്ല, പ്രസിദ്ധീകരിക്കാത്ത വിവരങ്ങളെയും സെക്കൻഡറി സോഴ്സസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സെൻസസ് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ശേഖരിക്കുന്ന സമയത്ത് അത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്. പക്ഷെ സെൻസസ് റിപ്പോർട്ട് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെൻസസ് റിപ്പോർട്ടിൽ നിന്ന് വിവരങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തപ്പോൾ അതെന്തായി മാറി? സെക്കൻഡറി ആയി മാറി. കാരണം സെൻസസ് റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ഡെമോഗ്രാഫിക് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാക്കിയതാവാം. നമ്മൾ അതിൽ നിന്ന് മറ്റേതെങ്കിലും പർപ്പസിന് വേണ്ടി വിവരങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ അതിൻ്റെ രൂപം മാറും. ആദ്യം അത് പ്രാഥമിക വിവരമാണ് എങ്കിൽ രണ്ടാമത് നമ്മൾ ആ വിവരം ശേഖരിക്കുമ്പോൾ അത് ദ്വിതീയ വിവരമായി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സെൻസസ് റിപ്പോർട്ട് ആയിക്കോട്ടെ, ആനുവൽ റിപ്പോർട്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് കമ്പനീസ് ആയിക്കോട്ടെ, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിക്കോട്ടെ, റിപ്പോർട്ട്സ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിക്കോട്ടെ, ആനുവൽ റിപ്പോർട്ട്സ് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് പബ്ലിഷ്ഡ് ബൈ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിനെല്ലാം ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്ന വിവരമായിക്കോട്ടെ, ജേണൽസിൽ നിന്ന് വിവരം കിട്ടുമായിക്കോട്ടെ, ഇതെല്ലാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹാൻഡ് റിസോഴ്സ് ആണ് എങ്കിൽ അത് കമ്പൈൽ ചെയ്ത് അടുക്കി വയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളത് വിവരം ശേഖരിക്കുമ്പോൾ അത് ദ്വിതീയ വിവരമായി മാറും എന്നുള്ളതാണ് പ്രത്യേകത. അത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് പ്രൈമറി ഡാറ്റയാണ്. എന്നാൽ ആ പ്രൈമറി ഡാറ്റ അതിൻ്റെ ഉപയോഗത്തിനല്ലാതെ വേറൊരാൾ അവരുടെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ദ്വിതീയ വിവരമായി മാറും. എന്താണ് ഈ സെക്കൻഡറി സോഴ്സസിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്? ഫീച്ചേഴ്സ് ഓഫ് സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത്, ദേ ആർ റെഡി മെയ്ഡ് ആൻഡ് റെഡിലി അവൈലബിൾ ആൻഡ് ഡു നോട്ട് റിക്വയർ the trouble of constructing tools and administering them. അപ്പം അത് നമുക്ക് നിലവിൽ ലഭ്യമായ അടുക്കി ചിട്ടപ്പെടുത്തിയ ഇനിയൊരു അനാലിസിസ് പ്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ട വിവരങ്ങളെയാണ് ഇനിയൊരു അനാലിസിസ് പ്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടാത്ത വിവരങ്ങളെയാണ് സെക്കൻഡറി സോഴ്സ് വിവരങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമതായി, ദേ കൺസിസ്റ്റ് ഓഫ് ഡാറ്റ ഓവർ വിച്ച് എ റിസർച്ചർ ഹാസ് നോ ഒറിജിനൽ കൺട്രോൾ ഓവർ കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. അപ്പം കമ്പൈൽ ചെയ്ത് വച്ചിരിക്കുന്ന വിവരങ്ങളാണ്. ഈ വിവരങ്ങളിൽ പുതുതായി റിസർച്ച് നടത്തുന്ന ഒരാളിന് വിവരശേഖരണത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ വർഗീകരണത്തിലോ യാതൊരുവിധ നിയന്ത്രണവും ചെലുത്താൻ കഴിയുകയില്ല.
ബോത്ത് ദ ഫോം ആൻഡ് കണ്ടന്റ് ഓഫ് സെക്കൻഡറി സോഴ്സസ് ആർ ഷേപ്ഡ് ബൈ അതേഴ്സ്. അതിൻ്റെ രൂപവും അതിൻ്റെ മൂല്യവും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കവും വേറെ ആരോ ചിട്ടപ്പെടുത്തിയതാണ്. അതിൽ നിന്ന് വിവരം നമ്മൾ ശേഖരിക്കുന്നുവെന്നേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവസാനമായി, സെക്കൻഡറി സോഴ്സസ് ആർ നോട്ട് ലിമിറ്റഡ് ഇൻ ടൈം ആൻഡ് സ്പേസ്. ദാറ്റ് ഈസ്, the researcher using them need not have been present when and where they were gathered. അപ്പോൾ സെക്കൻഡറി സോഴ്സിലുള്ള വിവരങ്ങൾ എടുക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് സമയമോ സ്ഥലമോ നോക്കേണ്ടതില്ല. ആൾറെഡി കമ്പൈൽ ചെയ്ത് വെച്ചിരിക്കുന്ന വിവരങ്ങളെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്, നമ്മുടെ സ്പേസിനനുസരിച്ച് നമുക്ക് ആ വിവരം ശേഖരിക്കാവുന്നതാണ്. ഓക്കെ.